നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 130 രൂപ മാത്രം വിലയുള്ള 192 പേജുകളുള്ള ഒരു പുസ്തകം വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്, വാങ്ങാവുന്നതാണ്. ഞാൻ ആ പുസ്തകം വാങ്ങാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. കാരണം അങ്ങനെ ഒരു പുസ്തകം ഒരു പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പെട്ടെന്നൊരു ദിവസം രാജിവെച്ചു, അല്ലേ? അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. പുതിയ ഒരു ഉപരാഷ്ട്രപതി രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി? നിങ്ങൾക്കറിയാം, അത് CP രാധാകൃഷ്ണനാണ്. ആരാണ്? CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിലെ ഈറോഡ് സ്വദേശിയാണ്. ആര്? CP രാധാകൃഷ്ണൻ. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ്. ആര്? CP രാധാകൃഷ്ണൻ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു പേരാണ് R വെങ്കിട്ട രമണി. ആരാണ് R വെങ്കിട്ട രമണി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അറ്റോർണി ജനറലാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ പദവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ്. ആര്? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്നും നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൂടെങ്കിൽ അത് പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 76. ഇപ്പൊ എന്തിനാണ് നമ്മൾ അറ്റോർണി ജനറലിന്റെ കാര്യം പറഞ്ഞത്? അദ്ദേഹത്തെ വീണ്ടും അറ്റോർണി ജനറൽ ആയിട്ട് നിയമിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അറ്റോർണി ജനറൽ ആയിട്ട് രാഷ്ട്രപതി ആരെ നിയമിച്ചു? R വെങ്കിട്ട രമണിയെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് വീണ്ടും നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ R വെങ്കിട്ട രമണിയാണ്. അവിടെ വേറൊരു കാര്യം കൂടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ തുഷാർ മേത്തയാണ്. ആരാണ്? തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന പദവി, അതായത് അറ്റോർണി ജനറലിന് തൊട്ട് താഴെയുള്ള പദവി. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണെന്ന് പറഞ്ഞു. പക്ഷേ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് ഏതിൽ പറയുന്നില്ല? ഭരണഘടനയിൽ പറയുന്നില്ല. അപ്പോൾ സോളിസിറ്റർ ജനറൽ എന്തല്ല? ഭരണഘടനാ പദവിയല്ല. അപ്പൊ അവിടെ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ R വെങ്കിട്ട രമണി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? തുഷാർ മേത്ത. അതുപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതൊരു ഭരണഘടനാ പദവിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയിൽ 148ാമത്തെ വകുപ്പില് ആരെക്കുറിച്ചാണ് പറയുന്നത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ CAG ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ട്. സഞ്ജയ് മൂർത്തി, അല്ലെ? ഇപ്പോഴത്തെ CAG ആരാണ്? സഞ്ജയ് മൂർത്തി. നമുക്കൊരു പുതിയ തസ്തിക പരിചയപ്പെടാം. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട്, ഇന്ത്യയുടെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് 2025 സെപ്റ്റംബറിൽ ഒരു വനിത നിയമിക്കപ്പെട്ടു. ആരെ എന്ന് ചോദിച്ചാൽ TCA കല്യാണി. ആരാണ്? TCA കല്യാണി, അല്ലെ? നമ്മൾ CAG എന്ന് പറഞ്ഞു, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓഡിറ്റർ ജനറൽ ഇവിടെ പറഞ്ഞ എന്താണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിന്റെ ജനറൽ ആണ്. ആരാണ്? TCA കല്യാണി. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? CAG എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. അതേസമയം CGA, അല്ലെ, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്, CGA എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയല്ല. നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് ആര്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെ
നിയമിക്കപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഒരു വനിതയാണ്, TCA കല്യാണി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ അല്ലെ. നമുക്ക് കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വായുസേനയുണ്ട്. ഇതിനെല്ലാം പ്രത്യേകം മേധാവികളുമുണ്ട്. ഈ പറഞ്ഞ 3 സേനകളുടെയും മേധാവിയായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അങ്ങനെ ഒരു തസ്തിക മുമ്പൊന്നുമില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ആര്? അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം, ഹെലികോപ്റ്റർ അപകടത്തിൽ വനത്തിനകത്ത് വെച്ച് മരണപ്പെട്ട ഒരാളാണ് ആര്? ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തിന് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് അനിൽ ചൗഹാൻ. ഇപ്പൊ എന്തിനാണ് നമ്മൾ അനിൽ ചൗഹാന്റെ കാര്യം ഇവിടെ പറഞ്ഞത്? അറ്റോർണി ജനറൽ ആയിട്ട് ആർ വെങ്കിട്ടരമണിയെ വീണ്ടും നിയമിച്ചു. അതുപോലെ അനിൽ ചൗഹാനെ വീണ്ടും എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിട്ട് നിയമിച്ചു. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി മിഥുൻ മൻഹാസ്, ആ പേര് പരിചയപ്പെടണം. മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കപ്പെട്ട ആളാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുമ്പോൾ BCCI എന്ന് പറയും. BCCIയുടെ പുതിയ പ്രസിഡന്റ്, നേരത്തെ അത് റോജർ ബിന്നി എന്ന് പറയുന്ന ഒരാളായിരുന്നു. അയാൾ ഒഴിഞ്ഞപ്പോൾ പുതിയ ഒരു പ്രസിഡന്റിനെ എന്ത് ചെയ്തു? നിയമിച്ചു. BCCIയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ മിഥുൻ മൻഹാസ് ആണ്. നല്ല ചോദ്യമാണ്. അതുപോലെ ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. നമ്മുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ മകനാണ്. ആരാണ്? ജയ് ഷാ അല്ലെ. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാല് മിഥുൻ മൻഹാസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പേരിലോട്ട് വരാം, സുരേഖ യാദവ്. ആരാണ് സുരേഖ യാദവ്? ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ ഡ്രൈവർ. അതിനെ നമുക്ക് അങ്ങനെ പറയാം. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ വന്നതാണ്. ആ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓട്ടിച്ച അതിന്റെ ലോക്കോ പൈലറ്റായ ആദ്യ വനിതയും ആര് തന്നെയാണ്? സുരേഖ യാദവാണ്. എന്തിനാണ് സുരേഖ യാദവിന്റെ കാര്യം കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അവര് ഈ അടുത്ത കാലത്ത്, അതായത് 2025 സെപ്റ്റംബറിൽ സർവീസിൽ നിന്ന് വിരമിച്ചു, റെയിൽവേയിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ അതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇത്രയും പേരുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകം പരിചയപ്പെടാം, ഓപ്പറേഷൻ സിന്ദൂർ, അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ അല്ലെ. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം, ഓപ്പറേഷൻ സിന്ദൂർ, അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ. ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് ഒരു പട്ടാളക്കാരനാണ്, ഒരു ലഫ്റ്റനന്റ് ജനറലാണ്, മുൻ ലഫ്റ്റനന്റ് ജനറലാണ്. ആരെ എന്ന് ചോദിച്ചാൽ KJS ധില്ലൻ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകം എഴുതിയ മുൻ ലഫ്റ്റനന്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലനാണ്. അതുപോലെ അവിടെ വേറൊരു പുസ്തകം കൂടി പരിചയപ്പെട്ടു വയ്ക്കണം, ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് വിറ്റുപോകുന്ന ഒരു പുസ്തകമാണ്, ഒരു ചരിത്ര പുസ്തകമാണ്. ദ ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന് പറയുന്ന ആ ചരിത്ര പുസ്തകം രചിച്ചതാരെ എന്ന് ചോദിച്ചാൽ അത് അമിഷ് ത്രിപാഠിയാണ്. ആരാണ്? അമിഷ് ത്രിപാഠി. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ, അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എഴുതിയത് KJS ധില്ലൻ, ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ. അതേസമയം ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന് പറയുന്ന ചരിത്ര പുസ്തകം എഴുതിയത് അമിഷ് ത്രിപാഠി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ട് വരാം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് കൊഹീമ. നമുക്കറിയാം, കൊഹീമ എന്ന് പറയുമ്പോൾ
നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനമായ കൊഹീമയാണ് ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം. അതേസമയം ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ മെട്രോ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുംബൈയാണ്. കൊഹീമ എന്ന് പറയുന്നത് മെട്രോ നഗരമല്ല. ഇതിപ്പോ എങ്ങനെയാണ് പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഈ പറഞ്ഞ 2 നഗരങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. നഗരം, മെട്രോ നഗരം എന്നുള്ള രീതിയിൽ ഈ 2 നഗരങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വയ്ക്കണം. കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ജെമിനി? നിങ്ങൾക്ക് അറിയാം, ഗൂഗിളിന്റെ എന്താണ് AI പ്ലാറ്റ്ഫോമാണ് ജെമിനി, അല്ലെ? ChatGPT എന്ന് പറയുന്നത് ഒരു AI പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാം. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി, ഒരു അമേരിക്കൻ കമ്പനി വികസിപ്പിച്ചെടുത്ത എന്താണ് ഈ പറഞ്ഞ AI പ്ലാറ്റ്ഫോമാണ് ChatGPT, അല്ലെ? അതുപോലെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ചൈന വികസിപ്പിച്ചെടുത്ത AI പ്ലാറ്റ്ഫോമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡീപ് സീക്ക് എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഇവിടെ ഇപ്പൊ ഇതിനകത്തോട്ട് വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ ജെമിനിക്ക് കൊടുത്തിട്ട് പല രീതിയിൽ ആ ഫോട്ടോകളെ എന്ത് ചെയ്തു, നമ്മൾ മെയ്ഡ് ചെയ്തെടുത്തു, അല്ലെ? പല രീതിയിലോട്ട് മാറ്റിയെടുത്തു. മഴയത്ത് നിൽക്കുന്ന ഫോട്ടോ, മരുഭൂമിയിൽ നിൽക്കുന്ന ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് ഹോളിവുഡ് സിറ്റിയിൽ നിൽക്കുന്ന ഫോട്ടോ, അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു, അല്ലെ? അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജെമിനി എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം ഒരു ടൂൾ ഉപയോഗിച്ചിരുന്നു. ആ ടൂൾ നിങ്ങൾക്കറിയാം. ആ ടൂളിന്റെ പേരാണ് നാനോ ബനാന എന്ന് പറയുന്ന AI ടൂള് അവതരിപ്പിച്ചത് ഏത് AI പ്ലാറ്റ്ഫോം ആണ് എന്ന് ചോദിച്ചാൽ അത് ജെമിനിയാണ്. ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ എന്താണ് AI പ്ലാറ്റ്ഫോമാണ്. അതുപോലെ എലോൺ മസ്കിനും ഇതുപോലെ ഒരു AI പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ് ഗ്രോക്ക്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിൽ വരുന്ന AI പ്ലാറ്റ്ഫോമാണ് ഏത്? ഗ്രോക്ക്, അല്ലെ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മഗ്സാസെ പുരസ്കാരം 2025 സെപ്റ്റംബറിൽ മഗ്സാസെ പുരസ്കാരം പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ഏഷ്യൻ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഏത്? മഗ്സാസെ പുരസ്കാരം. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് മഗ്സാസെ പുരസ്കാരം, അല്ലെ? അപ്പൊ ഈ മഗ്സാസെ പുരസ്കാരം ഇത്തവണ പ്രഖ്യാപിച്ചു. 3 പേർക്കായിട്ടാണ് പ്രഖ്യാപിച്ചത്. അതായത് ഒരു സംഘടനയ്ക്ക് 2 വ്യക്തികൾക്ക്. മഗ്സാസെ പുരസ്കാരം നൽകുന്നത് ഏത് രാജ്യമാണ്? ഫിലിപ്പൈൻസ് ആണ്, അല്ലെ? നോബൽ പുരസ്കാരം നൽകുന്നത് സ്വീഡൻ ആണെങ്കിൽ മഗ്സാസെ പുരസ്കാരം നൽകുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിലെ പഴയ പ്രധാനമന്ത്രിയുടെ പേരാണ് രമൺ മഗ്സാസെ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മഗ്സാസെ പുരസ്കാരം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? അത് വിനോബ ഭാവെയാണ്, അല്ലെ? മഗ്സാസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം, അത് മദർ തെരേസയാണ്. മഗ്സാസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മദർ തെരേസയാണ്. അപ്പോൾ ഇപ്പൊ 2025 മഗ്സാസെ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോ ഇന്ത്യയിലെ ഒരു സംഘടനയ്ക്ക് കിട്ടി. ഇന്ത്യയിലെ ഒരു സംഘടനയ്ക്ക് മഗ്സാസെ പുരസ്കാരം കിട്ടി. അപ്പോൾ 2025 മഗ്സാസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കാണ് ലഭിച്ചത്. ആ സംഘടന സ്ഥാപിക്കപ്പെട്ടത് 2007 2007 രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഏത് സംഘടന? എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന. ഈ സംഘടന സ്ഥാപിച്ചത് ഒരു വനിതയാണ്, സഫീന ഹുസൈൻ. അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ 2025 മഗ്സാസെ പുരസ്കാരം ലഭിച്ചു. ഈ സംഘടന എവിടെയാണ് സ്ഥാപിച്ചത്? രാജസ്ഥാനിലാണ്. 2007 സ്ഥാപിച്ചത് ആരാണ്? ഒരു വനിതയാണ്, സഫീന ഹുസൈൻ. എന്താണ്? സഫീന ഹുസൈൻ. ആ പേര് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ 2 പേർക്ക് കൂടി കിട്ടിയെന്ന് പറഞ്ഞു, അല്ലെ? അതിലൊരാള് മാലദ്വീപിലുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. മഗ്സാസെ പുരസ്കാരം 2025
ലഭിച്ച മാലദ്വീപിലെ പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി, അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോരുത്. സഫീന ഹുസൈൻ നമ്മുടെ ആളാണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ സ്ഥാപിച്ച ആളാണ് സഫീന ഹുസൈൻ. ഇവരെന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. ഇപ്പൊ സഫീന ഹുസൈൻ അല്ല എന്ത് കിട്ടിയേക്കുന്നത്, ഈ മക്സാസെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മക്സാസെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ആ സംഘടനയുടെ സ്ഥാപകയാണ് സഫീന ഹുസൈൻ. ഇനി അത് കഴിഞ്ഞിട്ട് പുരസ്കാരം ലഭിച്ച മറ്റു 2 പേർ, അതിലൊരാൾ ഷാഹിന അലി. ഷാഹിന അലി എന്ന് പറയുന്നത് ഒരു മാലദ്വീപുകാരിയാണ്. അവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അവർക്കും 2025 മക്സാസെ പുരസ്കാരം ലഭിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്ലാവിയാനോ, ഒരു ഫിലിപ്പൈൻസുകാരനാണ്, കത്തോലിക്ക പുരോഹിതനാണ്. ഫ്ലാവിയാനോ എന്ന പേരിലുള്ള കത്തോലിക്ക പുരോഹിതൻ, അദ്ദേഹത്തിനും എന്ത് ലഭിച്ചു? 2025 മക്സാസെ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2025 മക്സാസെ പുരസ്കാരം ലഭിച്ചത് ഒരു ഇന്ത്യൻ സംഘടനയ്ക്ക്, അല്ലെ? എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാലദ്വീപിലെ ഒരു പരിസ്ഥിതി പ്രവർത്തകയ്ക്ക് ഷാഹിന അലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കത്തോലിക്ക പുരോഹിതന് ഫ്ലാവിയാനോ, ഫിലിപ്പൈൻസുകാരൻ. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ട് വരാം. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ്, അല്ലെ? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉത്തരമല്ല, ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളതും പ്രധാനമാണ്. ഇന്ത്യയിൽ ഡൽഹിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്, അല്ലെ? അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല, ഗോത്ര സർവകലാശാല എന്നല്ല പറഞ്ഞത്, ഡിജിറ്റൽ ഗോത്ര സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഡൽഹിയിലാണ്. അതിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ആദി സംസ്കൃതി. ആദി സംസ്കൃതി. അപ്പോ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാല ആദി സംസ്കൃതി സ്ഥാപിക്കപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 നരസിംഹ റാവു പുരസ്കാരം. 2025 നരസിംഹ റാവു പുരസ്കാരം. നരസിംഹ റാവുവിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ട്. അവർ നൽകുന്ന പുരസ്കാരമാണ് നരസിംഹ റാവു പുരസ്കാരം. അത് 2025 നരസിംഹ റാവു പുരസ്കാരം. നമുക്കറിയാം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ആര്? നരസിംഹ റാവു, അല്ലെ? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നരസിംഹ റാവു ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്, അല്ലെ? അപ്പോൾ 2025 നരസിംഹ റാവു പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗിനാണ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് മൻമോഹൻ സിംഗിന് നരസിംഹ റാവു പുരസ്കാരം ലഭിച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. 2024 ഡിസംബർ 26 ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം 2024 ഡിസംബർ 26 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും റിസർവ് ബാങ്ക് ഗവർണറും അതുപോലെ തന്നെ UGCയുടെ അധ്യക്ഷനും ഒക്കെ ആയിരുന്ന ആര് മരിച്ചത്? മൻമോഹൻ സിംഗ് മരിച്ചത്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി 2025 നരസിംഹ റാവു പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഏജൻസിയെ പരിചയപ്പെടാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ് UNEP, അല്ലെ? യുണൈറ്റഡ് നാഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി ഏജൻസിയാണ് UNEP, അല്ലെ? അതിന്റെ ആസ്ഥാനവും നിങ്ങൾക്കറിയാം, കെനിയയിലെ നെയ്റോബിയാണ്. ഏതിന്റെ ആസ്ഥാനം? UNEPയുടെ ആസ്ഥാനം. കെനിയയിലെ നെയ്റോബിയാണ് UNEPയുടെ ആസ്ഥാനം. അവർ നൽകുന്ന ഒരു പുരസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. പരിസ്ഥിതി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. UNEP നൽകുന്ന ഒരു പുരസ്കാരമാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ. ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ, അല്ലെ? 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം, UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ച മലയാളിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ UNEPയുടെ വേറൊരു പുരസ്കാരമുണ്ട്. വളർന്നു വരുന്ന പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ പരിസ്ഥിതി ഗവേഷകർ അവർക്ക് നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്. അതാണ് യങ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. മറ്റത് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. ഇതെന്താണ്? യങ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം.
അല്ലേ? അതായത് ചെറുപ്പക്കാരായിട്ടുള്ള വളർന്നു വരുന്ന ഗവേഷകർക്ക്, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് യങ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. അത് 2025 ഒരു ഇന്ത്യക്കാരിക്ക് ലഭിച്ചു. ആർക്കെന്ന് ചോദിച്ചാൽ ജിനാലി പ്രണബ് മോദി. ജിനാലി പ്രണബ് മോദി, അല്ലെ? ഏറ്റവും ഒടുവിലെ ആ മോദി എന്നെങ്കിലും ഓർമ്മിച്ച് വെച്ചാൽ മതി, ഉത്തരം എഴുതാനായിട്ട് പറ്റും. 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യക്കാരിയാണ്, ജിനാലി പ്രണബ് മോദി. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ എങ്ങാനും HSC സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ എങ്ങാനും എഴുതാൻ പോകുന്നവരാണെങ്കിൽ കുറച്ച് സൂചികകളുടെ കാര്യമാണ് പറയുന്നത്, അത് ഓർത്ത് വയ്ക്കണം. ആഗോള സമാധാന സൂചിക. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 115. ഇതൊക്കെ 2025 സൂചികകളുടെ കാര്യമാണ് ഈ പറയുന്നത്. 2025 ആഗോള സമാധാന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 115. അതേസമയം ആഗോള സന്തോഷ സൂചിക, ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 118. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ആദ്യം ഏതാണ് പറഞ്ഞത്? സമാധാനം. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 115. ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക എന്ന് നമ്മൾ പറയും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 130. അതേസമയം ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, അതായത് ഈ പറഞ്ഞ ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സൂചികയാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 131. 131. അപ്പോൾ പറഞ്ഞു വന്നത് ആഗോള സമാധാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 115, സന്തോഷ സൂചിക ഇന്ത്യയുടെ സ്ഥാനം 118, HDI സൂചിക അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 130. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, അത് സൂക്ഷിച്ചു വയ്ക്കണം, പഠിച്ചു വയ്ക്കണം. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 131. ഇനി അത് കഴിഞ്ഞിട്ട് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, മാധ്യമ സൂചിക. ആഗോള മാധ്യമ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മോശമാണ്, 151. ആഗോള എന്താണ്? പ്രസ് ഫ്രീഡം സൂചിക, അല്ലെ? അതായത് ഈ പറഞ്ഞ മാധ്യമ സൂചിക, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അല്ലെങ്കിൽ ആഗോള മാധ്യമ സൂചിക, അതനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 151. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക്സ് ഭാഗത്തൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് ഗിനി ഇൻഡെക്സ്. ഗിനി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നല്ല ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്, 4ാം സ്ഥാനത്താണ്. എന്താണ് ഗിനി ഇൻഡെക്സ്? അല്ലെ, ഗിനി ഇൻഡെക്സ് എന്ന് പറയുന്നത് വരുമാനത്തിലെ സമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൂചികയാണ്. ഒരു രാജ്യത്തിന് എന്തുണ്ടാവും? വരവുണ്ടാവും, അതുപോലെ രാജ്യത്തിന് ചെലവും ഉണ്ടാവും. ഈ വരവിലെയും ചെലവിലെയും അന്തരം നോക്കി തയ്യാറാക്കുന്ന സൂചികയാണ് ഈ പറഞ്ഞ ഏത് ഗിനി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് വരുമാന സമത്വ സൂചിക എന്ന് മലയാളീകരിക്കാം, ഗിനി ഇൻഡെക്സ്. അപ്പോൾ ഗിനി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ ബെറ്റർ ആണ്. സ്ഥാനം എത്രയാണ്? 4ാമത്തെ സ്ഥാനമാണ്. അത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ, അല്ലെ? നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. വരുമാന സമത്വ സൂചികയിൽ അതായത് ഗിനി സൂചികയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാം സ്ഥാനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്, അതും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, എങ്ങനെ അത് പുരോഗമനപരമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സൂചികയാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സൂചികയാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അതിലും ഇന്ത്യയുടെ സ്ഥാനം ബെറ്റർ ആണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 38. ശ്രദ്ധിച്ച് വയ്ക്കണം.
ഇനി അത് കഴിഞ്ഞിട്ട് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, അതായത് നമ്മൾ പറയും ഊർജ പരിവർത്തന സൂചിക. ഊർജ പരിവർത്തന സൂചിക അല്ലെ, ഏതെല്ലാം രീതിയിൽ ഊർജത്തെ, അതായത് ഗ്രീൻ എനർജി എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങളെ എങ്ങനെ നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സൂചികയാണ് ഏത്? എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ഊർജ പരിവർത്തന സൂചിക. ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 71. അപ്പോൾ ഓരോ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് പറയാം. സമാധാന സൂചിക 115, സന്തോഷ സൂചിക 118, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 130, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 131, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 151, ഗിനി ഇൻഡെക്സ് വളരെ വളരെ ബെറ്റർ ആണ് 4. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്, അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38 ആണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണത്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 71. ഈ പറഞ്ഞതെല്ലാം 2025 സൂചികകളാണ്, അതുകൂടി ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പേര് പരിചയപ്പെടാം, വിദുഷി വി ദീക്ഷ. വിദുഷി വി ദീക്ഷ. അപ്പോൾ ഈ പറഞ്ഞ പേരിന് എന്ത് പ്രാധാന്യമാണ് കറണ്ട് അഫയേഴ്സിലുള്ളത്? ഇവരൊരു ഭരതനാട്യം നർത്തകിയാണ്. ഇവരൊരു ഭരതനാട്യം നർത്തകിയാണ്. ഈ അടുത്ത കാലത്ത്, അതായത് സെപ്റ്റംബറിൽ 216 മണിക്കൂർ, 24 മണിക്കൂറാണ് ഒരു ദിവസം എന്നുള്ളത് ഓർക്കണം. 216 മണിക്കൂർ അവരെന്ത് ചെയ്തു? നിർത്താതെ ഈ പറഞ്ഞ ഭരതനാട്യം കളിച്ചു. തുടർച്ചയായിട്ട് 216 മണിക്കൂർ ഭരതനാട്യം കളിച്ചതിനുള്ള ലോക റെക്കോർഡ് ആരുടെ പേരിലാണ്? വിദുഷി വി ദീക്ഷയുടെ പേരിലാണ്. സെപ്റ്റംബറിലാണ് ആ പ്രകടനം നടന്നത്. വിദുഷി വി ദീക്ഷ കർണാടകക്കാരിയാണ്. നമ്മൾ പക്ഷെ നേരത്തെ 2-3 ക്ലാസ് മുമ്പ് വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. 170 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഭരതനാട്യം കളിച്ച് ലോക റെക്കോർഡിട്ട വനിത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മാസം മുമ്പ് ഒരു കാര്യം പഠിച്ചിരുന്നു. അവരുടെ പേരാണ് റമോണ എവറ്റ് പെരേര. അത് 170 മണിക്കൂറാണ്, ഇത് 216 മണിക്കൂറാണ്. അപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഈ റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? റമോണ എവറ്റ് പെരേര. നിങ്ങളുടെ നോട്ടിലുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, റമോണ എവറ്റ് പെരേര അല്ലെ. ഇവരുടെ റെക്കോർഡാണ് ആര് തിരുത്തിയത്? വിദുഷി വി ദീക്ഷ തിരുത്തിയത്. അപ്പോൾ പുസ്തകത്തിലുള്ളത് വെട്ടി എഴുതണം. അത് ഈ പറഞ്ഞ അതിന് ആഗസ്റ്റ് മാസത്തിലുള്ളതാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ആ റെക്കോർഡ് വേറൊരാൾ തിരുത്തിയിട്ടുണ്ട്, വിദുഷി വി ദീക്ഷ. ഇവർ രണ്ടുപേരും കർണാടക സ്വദേശിയാണ്. അപ്പോൾ ഭരതനാട്യം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ നേരം കളിച്ചതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ആർക്കാണ്? വിദുഷിക്കാണ് എന്നുള്ളത് ഓർക്കണം. റമോണ എവറ്റ് പെരേരയുടെ റെക്കോർഡ് പഴങ്കഥയായി. ശരി, അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ചോദ്യമാണ്, റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഈ അടുത്ത കാലത്ത് DRDO ഒരു മിസൈല് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ആ മിസൈലാണ് അഗ്നി പ്രൈം. അഗ്നി പ്രൈം അല്ലെ. അപ്പോൾ എങ്ങനെ പറഞ്ഞത്? റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ. അപ്പോൾ ട്രെയിനിൻ്റെ എൻജിൻ, അതിൻ്റെ പിറകിൽ ബോഗി, അവിടെ ഈ പറഞ്ഞ മിസൈൽ ഘടിപ്പിക്കാം. മിസൈൽ ഘടിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വിടാനായിട്ട് പറ്റും. മിസൈൽ വിക്ഷേപിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ പറഞ്ഞ എന്താണ്, ട്രെയിനിൻ്റെ എൻജിനൊക്കെ ഉണ്ടല്ലോ, അതിന് വേണമെങ്കിൽ നീക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. വീണ്ടും അവിടെ നിന്ന് അടുത്ത മിസൈൽ വിടാനായിട്ട് പറ്റും. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഒരു സ്ഥലത്തുനിന്ന് മിസൈൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ എവിടെ നിന്നാണ് മിസൈൽ വിടുന്നതെന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ സ്ഥലത്ത് ബോംബ് കൊണ്ടിടും. അവിടെ ആ പറഞ്ഞ മിസൈൽ പാഡ് അല്ലെങ്കിൽ ആ ലോഞ്ച് സെന്റർ ഈ പറഞ്ഞ് തകർക്കപ്പെടും. ഇതിപ്പോൾ ഈ പറഞ്ഞ മൊബൈൽ ലോഞ്ചറാണ്. മൊബൈൽ ലോഞ്ചർ ആകുമ്പോൾ അതിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാനായിട്ട് പറ്റും. അപ്പോൾ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ഈ പറഞ്ഞ ഫലപ്രദമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? മിസൈൽ വിക്ഷേപിച്ചു കൊണ്ടിരിക്കാം. അപ്പം അങ്ങനെ ഒരു സംവിധാനം DRDO ഇന്ത്യയുടെ ഈ പറഞ്ഞ പ്രതിരോധ രംഗത്ത് ആദ്യമായിട്ട് ആ പരീക്ഷണം വിജയകരമായിട്ട് നടപ്പാക്കി. അപ്പോൾ അതാണ് ആ ചോദ്യം, റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ. മൊബൈൽ ലോഞ്ചർ എന്ന് DRDO ഈ അടുത്ത കാലത്ത് ഒരു മിസൈൽ പരീക്ഷിച്ചു. ഏതാണ് മിസൈൽ എന്ന് ചോദിച്ചാൽ അത് അഗ്നി പ്രൈം എന്ന് പറയുന്ന മിസൈലാണ്. പുതിയ തലമുറ മിസൈലാണ്. ഒരു ഭൂതല മിസൈലാണ്. സർഫസ് ടു സർഫസ് മിസൈലാണ്. 2000 കിലോമീറ്റർ റേഞ്ചുള്ള പരിധിയുള്ള ഒരു സർഫസ് ടു സർഫസ് മിസൈലാണ് ഏത്? അഗ്നി പ്രൈം. അപ്പോൾ 2025 സെപ്റ്റംബറിൽ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് DRDO വിജയകരമായി വിക്ഷേപിച്ച മിസൈൽ ഏത് എന്ന് ചോദിച്ചാൽ അഗ്നി പ്രൈമാണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ, ഒരു ദൗത്യം പരിചയപ്പെടാം.
ഓപ്പറേഷൻ റാഹത്ത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ സൈന്യം, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ 2025 സെപ്റ്റംബറിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു ദൗത്യമാണ് ഓപ്പറേഷൻ റാഹത്ത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഒക്കെ പ്രളയം ഉണ്ടായി, ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ രക്ഷാ ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ റാഹത്ത് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓപ്പറേഷൻ റാഹത്ത്. റാഹത്ത് എന്നുള്ള വാക്കിന് റിലീഫ് എന്നാണ് അർത്ഥം, ആശ്വാസം എന്നാണ് അർത്ഥം. ഓപ്പറേഷൻ റാഹത്ത്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് ഒരു തടാകത്തെ പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് ഒരു തടാകത്തെ പ്രഖ്യാപിച്ചു. ഏതാണ് ആ തടാകം എന്ന് ചോദിച്ചാൽ ഏലത്തൂർ തടാകം. തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു തടാകമാണ് ഏലത്തൂർ തടാകം. അപ്പോൾ 2025 സെപ്റ്റംബറിൽ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏലത്തൂർ തടാകം. എവിടെയാണ്? ഈറോഡ്, തമിഴ്നാട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത് ഏത് തുറമുഖത്താണ് എന്ന് ചോദിച്ചാൽ തൂത്തുക്കുടിയിലാണ്. എവിടെയാണ്? തൂത്തുക്കുടി, അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടി, അല്ലെ? തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? വി.ഒ. ചിദംബരനാർ തുറമുഖം, അല്ലെ? അത് എവിടെയുള്ള തുറമുഖമാണ്? തൂത്തുക്കുടിയുള്ള തുറമുഖത്തിനെ ആ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്, വി.ഒ. ചിദംബരനാർ തുറമുഖം, അല്ലെ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേറെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച, അല്ലെ, ഇന്ത്യക്കാരൻ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന പേരാണ് വി.ഒ. ചിദംബരനാർ. നമ്മൾ വേറെ പറയാറുണ്ട്, കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കാറുണ്ട്. ആരെയാണ്? വി.ഒ. ചിദംബരനാർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം. തൂത്തുക്കുടി തുറമുഖം. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ തൂത്തുക്കുടി തുറമുഖത്തിലാണ്. അതേസമയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചായിരുന്നു. കഴിഞ്ഞ മാസം പഠിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ മേജർ തുറമുഖം, അതായത് ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള തുറമുഖം, അല്ലെ? ഇപ്പൊ ഡ്രോൺ വഴിയാണല്ലോ ശത്രുവിന്റെ ആക്രമണം. അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ ഫെസിലിറ്റി ഉള്ള തുറമുഖമായിട്ട് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു തുറമുഖം മാറി. അതാണ് കാണ്ഡില തുറമുഖം. കാണ്ഡില തുറമുഖം എവിടെയാണ്? ഗുജറാത്തിലാണ്, അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ കാണ്ഡില തുറമുഖം, ഗുജറാത്ത്. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? തൂത്തുക്കുടി, അല്ലെ? അതേസമയം ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ആ പദ്ധതിയാണ് വധാവൻ പദ്ധതി. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് വധാവൻ പദ്ധതി. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്, ഓർത്ത് വയ്ക്കണം. അടുത്ത നോക്ക്, 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് കയറ്റി അയക്കുന്ന ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന സമുദ്രോൽപ്പന്നം എന്ന് പറയുന്നത് ചെമ്മീനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ കയറ്റി അയക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് തിരുമല ഹിൽസ്, റെഡ് സാൻഡ് ഹിൽസ് എന്നിവ എവിടെയാണ്? അല്ലെ, രണ്ട് കുന്നുകളാണ്, തിരുമല കുന്നുകൾ, റെഡ് സാൻഡ് കുന്നുകൾ. ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആന്ധ്രാപ്രദേശിലാണ്. എന്തിനാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്? ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 2025 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 2 കേന്ദ്രങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ തിരുമല കുന്നുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് സാൻഡ് ഹിൽസ് എന്നിവ. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. ലോക പൈതൃക പട്ടികയിൽ 2025 കേരളത്തിൽ നിന്നും ഒരു സ്ഥലമുണ്ട്. ഏതാണ്? വർക്കല
വർക്കല കുന്നുകൾ, വർക്കല ക്ലിഫ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, വർക്കല ക്ലിഫ്. അപ്പോൾ 2025 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പ്രദേശമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമാണ് വർക്കല കുന്നുകൾ. അതേസമയം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? തിരുമല ഹിൽസും റെഡ് സാൻഡ് ഹിൽസും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതിൽ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് 12 എന്നാണ്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം മാറ്റി പിടിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ BFAയുടെ ക്ലാസ്സിനകത്ത് ഒരു പക്ഷേ അത് പറഞ്ഞിട്ടുണ്ടാവും. 12 ഈ പറഞ്ഞ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവാണ് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ യുനെസ്കോ ഒരു ബയോസ്ഫിയർ റിസർവിനെ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യുനെസ്കോ അംഗീകരിക്കുന്ന ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 12 അല്ല, ഇപ്പോൾ എത്രയാണ്? 13. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്? 18. അത് അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ, അതിൽ മാറ്റമില്ല, 18. പക്ഷേ ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളിൽ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? ഇപ്പോൾ 13 എന്നാണ്. 12 തെറ്റായ ഉത്തരവാണ്. അപ്പോൾ പുസ്തകത്തിലൊക്കെ കാണുന്നതിനെ വെട്ടിത്തിരുത്തി എഴുതിക്കോണം. ഇനി അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ പറയുന്നത് യുനെസ്കോ മാബ് പ്രോഗ്രാം എന്നാണ്. മാൻ ആൻഡ് ബയോസ്ഫിയർ, യുനെസ്കോ മാബ് പ്രോഗ്രാം. അതായത് യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എത്ര യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്നുള്ളതായിരിക്കും ചോദ്യം. അതാണ് ഏത്? 13. നിലവിൽ അത് 13. അപ്പോൾ 13ാമത്തെ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് ഏത് എന്നുള്ള ഒരു ചോദ്യം വരും. അത് കോൾഡ് ഡെസർട്ട്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ കോൾഡ് ഡെസർട്ട് ആണ് യുനെസ്കോ 13ാമതായിട്ട് അംഗീകരിച്ച ഇന്ത്യയിലെ എന്ത്? ബയോസ്ഫിയർ റിസർവ്. ശ്രദ്ധിച്ചു വയ്ക്കണം, 1 മാർക്കാണ്. പരീക്ഷയ്ക്ക് ചെന്ന ഉടനെ എഴുതേണ്ട ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത്, അതായത് 2025 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് മഹി ബൻസാര ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ്, അല്ലേ? അപ്പോൾ 2025 സെപ്റ്റംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മഹി ബൻസാര ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രാജസ്ഥാൻ. മഹി ബൻസാര ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിസ്സാരമായിട്ട് കാണരുത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ കാര്യം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചതും പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നതും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യാറില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പഠിപ്പിച്ച കാര്യങ്ങളിൽ പലതിലും മാറ്റം വരും, അതൊക്കെ ഉൾക്കൊള്ളിച്ച് ആ പറഞ്ഞൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ ചെറിയ പുസ്തകമാണ്. ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, നിങ്ങൾക്കും ഇഷ്ടമല്ല. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി പഠിപ്പിക്കുന്നതാണ് എൻ്റെ രീതി. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. 192 പേജേ ഉള്ളൂ. A5 സൈസിലാണ്. A5 സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ആ ബുക്കിൻ്റെ സൈസ് ഉണ്ടല്ലോ, റാങ്ക് ഫയൽ സൈസ് അല്ല, അതിനേക്കാളും ചെറുതാണ്. A5 സൈസിൽ 192 പേജേ ഉള്ളൂ. വില എന്ന് പറയുന്നത് 130 രൂപ മാത്രമേ ഉള്ളൂ. 130 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന ചാർജാണ്. വീട്ടിൽ കിട്ടൂല, നിങ്ങൾ ഏത് കുറിയറായിട്ടാണ് അയക്കുന്നത്, ചിലപ്പോൾ കുറിയറുകാർ വിളിക്കുമ്പോൾ അവിടെ പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ 130 രൂപയ്ക്ക് നിങ്ങൾക്ക് പുസ്തകം നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചു തരാനായിട്ട് പറ്റും. A5 സൈസ് 192 പേജ്, നല്ല ഒരു പുസ്തകമാണ്. ഞാൻ എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എനിക്ക് 100% ഉറപ്പുണ്ട്, അല്ലേ? എൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം വെച്ചിട്ട് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന ഒരു പുസ്തകമാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുള്ളതാണ്, ആത്മാർത്ഥമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതുമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വായിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മടുത്തു പോകും. പക്ഷേ ഈ പുസ്തകം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വായിക്കാനായിട്ട് പറ്റും. 2023 കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, വളരെ സെലക്റ്റീവായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അത് ഈ പറഞ്ഞ കേരളത്തിലെ കാര്യങ്ങൾ, ഇന്ത്യയിലെ കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3 സെഗ്മെൻ്റായിട്ട് തിരിച്ച് 2023 കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ വച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 2024 അത് കേരളം, ഇന്ത്യ എന്ന് പറഞ്ഞ് തരം തിരിച്ചിട്ടുണ്ട്. സെഗ്മെൻ്റായിട്ട് ഈ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ചു പഠിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് 2025 കറണ്ട് അഫയേഴ്സാണ്. അത് ഏറ്റവും ഒടുവിലത്തെ നോബൽ സമ്മാനം വരെ, ഒക്ടോബർ മാസത്തിലെ നോബൽ സമ്മാനം വരെ, ഒക്ടോബർ 20-21 വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം വാങ്ങാൻ ഞാൻ 100% നിങ്ങളോട് ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പുസ്തകം ഒന്ന് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. പുസ്തകം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ ഈ നമ്പറിലോട്ട് വിളിക്കുക. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല, തിരക്കുള്ള ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിച്ചോളൂ. അപ്പോൾ ആ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, പുസ്തകം നിങ്ങൾക്ക് വേണം, പക്ഷെ നിങ്ങൾക്ക് കാശ് തരാനായിട്ടില്ല എങ്കിൽ അതും സാരമില്ല, വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.